അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോണത് മുനിപ്പാറയിലേക്കാണ്. മുനിപ്പാറ ഇവിടെ നിന്ന് അടുത്താണ്, ഇത്ര ഹാർഡൊന്നും അല്ല. ഒരു പാറ ജസ്റ്റ് മേളിലേക്ക് കയറുക, പോണ വഴി ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും, അതും കാണാം. അതും ഇവിടെ തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, ഇതെല്ലാം ഒരു പാക്കേജിൽ പെടും. ഈ ജീപ്പിന്റെ ഈ പാക്കേജ് എടുക്കുവാണെങ്കിൽ. സോ ലെറ്റ്സ് ഗോ ടു മുനിപ്പാറ നെക്സ്റ്റ്. നമ്മള് കൊയിനിപ്പാറയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് എടുത്ത് വരിക. അപ്പൊ അത് ചെറിയൊരു വഴിയാട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുനിപ്പാറ ഓഫ് റോഡ് എന്ന്, റെഡ് കളർ ബോർഡ് കാണാൻ പറ്റും. അപ്പൊ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇങ്ങോട്ടേക്ക് കയറാം. ദിസ് ഇസ് ദ റൂട്ട് ടു മുനിപ്പാറ. ഇത് മുനിപ്പാറ എന്ന് വിളിക്കാൻ കാരണം അവിടെ പണ്ട് മുനിമാരൊക്കെ വന്ന് കല്ലൊക്കെ കാട്ടിയിട്ട് അവിടെ നിന്ന് തപസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മുനിപ്പാറ എന്നുള്ള പേര് വന്നത് എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. അത്ര അപ്പുറത്തേക്ക് ചേർക്കണ്ടായിരുന്നല്ലോ. ഇതെന്നെ പാറതെ ഏതാ വഴി? വഴി എനിക്കറിയില്ല. ഇത് പോഴ വഴി, ഇത് തന്നെ. അതാ നോക്കൂ എന്താണ്. ഏതോ സിനിമ ടീംസുകളാട്ടോ ആ പോണ ലാൻഡ് ക്രൂസറിൽ 1255C 62 കണ്ടുപിടിച്ചു നീ. ഇനി നമ്മൾ ജില്ലായിട്ട് പോണേണ് കാടിലൂടെയും. ഇത് അത്ര ടഫല്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ചെളിയായി ഫുൾ തെന്നി കിടക്കണാണ്. അവിടെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും കാണുമ്പോ ഒരു തോട്ടത്തിലേക്ക് ഇടയിൽ കൂടെ പോണ പോലെ തോന്നുന്നത്. ഇത് തോട്ടമാണല്ലോ. ഇത് എന്ത് തോട്ടമാണ്? ആ വെറുതെ വിഡൽസ്. അപ്പൊ ജസ്റ്റ് ഒരു തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു വഴിയാണ്. ഇതിങ്ങനെ കയറി ആ പാറയുടെ ഒരു അറ്റത്തുനിന്നു അപ്പുറത്തെ വഴി കൂടെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇവിടെ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ പിടിപ്പിച്ചേക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആനയൊക്കെ വരുന്ന ഏരിയ എന്ന് തന്നെ വിശ്വാസം. ഫുൾ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കേട്ടോ. മലനിരകളൊക്കെ മൊത്തം എല്ലാം ഫുൾ വെള്ളച്ചാട്ടമാണ്. എല്ലാ സ്ഥലത്തും വെള്ളച്ചാട്ടം. മോനെ ഈ റൈറ്റ് ആണോ? റൈറ്റ് തന്നെ. എൻ്റെ എനിക്ക് തോന്നുന്നു അതുവഴി നമുക്ക് ഇറങ്ങി പോകേണ്ടി തോന്നുന്നു. മറ്റേ വെള്ളച്ചാട്ടം വഴി. സ്നേഹമുള്ള ചേട്ടനാ കണ്ടോ? നിനക്കൊട്ടും സ്നേഹമില്ലടാ ഞങ്ങളോട്. പാവ. അതെ, അവൻ്റെ വണ്ടിയൊക്കെ പണിത് കൊടുക്കുന്ന എന്നിട്ട് ഒരു സ്നേഹമില്ല. എന്താ എൻ്റെ അതിലിങ്ങനെ? ഇതാണ് നമ്മുടെ മുനിപ്പാറ. ഇവിടെ മറ്റേ ഇതുവഴി ഇറങ്ങി നേരെ അങ്ങനെ കയറിപ്പോയി. നേരെ വെള്ളി കയറി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് 2 വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുനിപ്പാറ. ഇത് ഇവിടുന്ന് ചെറിയ വെള്ളച്ചാട്ടം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളമേ ഉള്ളൂ. അത്ര വലിയ വെള്ളച്ചാട്ടം എന്നുള്ള പറയാനുള്ള അത്രയും വെള്ളമൊന്നുമില്ല. ഇതൊന്ന് ക്രോസ് ചെയ്ത് വണ്ടി അപ്പുറത്തേക്ക് പോകും, അത്ര തന്നെ. നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഓ മാൻ, സ്ഥലം നീ ഇങ്ങോട്ടേക്ക് കയറ്റിക്കോ. കാല് കഴുകിട്ടോ, നല്ല തണുപ്പ്. ഇതാണ് മുനിപ്പാറ. ഇവിടെ എവിടെ മുനിമാരി ഒന്ന് തപസ്സിരുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അതാണ് പറഞ്ഞത്. ഇവിടെ കല്ലൊക്കെ പാകിയിട്ടിട്ടുണ്ടാവും, പീസാക്കി നിരത്തി വെച്ച്. അതിൻ്റെ മുകളിൽ ഇരുന്ന് മുനിമാർ തപസ് ചെയ്യാറുണ്ടായെന്നാണ് പറഞ്ഞത്. 2 സ്കൂട്ടറിൽ ബൈക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ സിമ്പിളാണ്, അത്ര പാടൊന്നുമില്ല. ഇവിടെ ബൈക്കൊക്കെ സിമ്പിളായിട്ട് പോരാം. അപ്പുറത്ത് നമ്മൾ കൊയിനിപ്പാറ പോയത് കുറച്ച് ടഫായിരിക്കും. ചോര കാണിക്കും. ഓ മൈ ഗോഡ്, അട്ട കടിച്ചതാണ് ഗൈസ്. രാജിനെ അട്ട കടിച്ചു ഗൈസ്. ഒരു എൻഡേവർ, ഒരു താറ് വന്നിട്ടുണ്ട്. പിന്നെ അത് ഫ്രണ്ടിൽ പഴയ ജീപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ ആദ്യത്തെ വണ്ടി ഈ ഒരു കയറ്റം കയറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മിസ്സിങ് ഉണ്ടല്ല, ഒരു ചെറിയൊരു മിസ്സിങ് വന്നായിരുന്നു. ഓക്കെ ക്ലച്ചിന്ന് കാലെടുത്തിട്ടും വണ്ടി ഇതേ വെറുതെ സിമ്പിളായി കയറിപ്പോണു. സിമ്പിൾ, വെരി സിമ്പിൾ. ഞാൻ ആക്സിഡന്റിൽ കാല് കൊടുക്കേണ്ട ആവശ്യമില്ല. മുന്നിലൊന്നും കാണുന്നില്ലെങ്കിലും
അയ്യാ മോനെ പൊളി. സോറി, അറിയാതെ ഫ്രണ്ടിൽ നമ്മുടെ എൻഡേവർ എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട്. കാറും പഴയ ജീപ്പും എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ നമുക്ക് ആ മുനിമാരി ഇരുന്ന് തപസ് ചെയ്ത സ്ഥലം കാണാൻ പോയി. കോടയൊക്കെ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കത് ഇതുവഴി താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വഴി. അവിടെ വെള്ളം കൂടുതലാണെങ്കിൽ ഇറങ്ങരുതെന്നാണ് പറഞ്ഞേക്കണത്. ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പാടാന്ന് പറഞ്ഞത്. അടാ നല്ല വെള്ളമുണ്ട്. അതാണ് വഴി. അതെ, അതാന്ന് തോന്നുന്നുണ്ട് വഴി. അങ്ങനെ അതല്ല, അവിടെ വഴിയുണ്ട്. വഴീന്റെ അടുത്ത് തട്ട് തിട്ടൊക്കെ ഉണ്ട്. അവിടെ തട്ട് തോന്നുന്നല്ലേ ഇത്? അങ്ങനെയല്ല, അടുത്ത ആൾക്കാർ കുളിക്കാനൊക്കെ പറ്റും. ഞാൻ പോയിട്ടുണ്ട് വഴി, ഞാൻ അവിടെ കുളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മുനിപ്പാറ. ഇത്രേ ഉള്ളൂ. ഇതാണ് മാമലക്കണ്ടത്ത് മെയിനായിട്ട് കാണാനുള്ള 2 സ്ഥലം. പിന്നെ ഉള്ളത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, സ്കൂള്, മാമലക്കണ്ട സ്കൂള്. അതും ഒരു കലക്കം വ്യൂവാണ്, നല്ല രസം. അതും രാജൻ എങ്ങനെ ഉണ്ടായി? നല്ല എക്സ്പീരിയൻസ്, ഇഷ്ടപ്പെട്ടു. വോക്കി ടോക്കിയൊക്കെ ആരോടാ സംസാരിക്കണേ? ഞാൻ എന്നോട് തന്നെ കേട്ടോ. ബാക്കിലെ ഇരുത്തം മടുത്ത് നാളെ എല്ലൂരി അടിയൂന്നാ പറഞ്ഞേക്കണേ. ഇപ്പൊ ഇവിടെയാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ മുനിമാറി ഇങ്ങനെ തപസ്സിരിക്കുമായിരുന്നു. ഇവിടെ ഈ കല്ലൊക്കെ സെറ്റ് ചെയ്തേക്കണണ്ട. ഇവിടെ ഇതിൻ്റെ മുകളിൽ തപസ്സിരിക്കുമായിരുന്നു. അതാണ് ഇത് ഈ ഒരു മുനിപ്പാറ എന്ന് പറഞ്ഞൊരു പേര് വീഴാൻ കാരണം എന്നാണ് പറഞ്ഞത്. ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട്, പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതാണ് നമ്മുടെ മുനിപ്പാറ. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് മാമലക്കണ്ടം സ്കൂളും കൂടെ ഉള്ളൂ. പിന്നെ പോണ വഴി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ജീപ്പിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടെയും കൂടെ പോയി ഫുഡും കഴിച്ച് നേരെ ബാക്ക് ടു കൊച്ചി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 1 ഡേ എന്ന് പറയാം. 1 ഡേ പോലും ഇല്ല, നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചെത്താൻ പറ്റും. എറണാകുളത്തു നിന്നാണെങ്കിൽ ഷോർട്ടാണ്. ഇവിടെ വന്ന് നിൽക്കാൻ കുറേ ഹോം സ്റ്റേസും കാര്യങ്ങളും ഇപ്പോൾ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. 2000, 2500, 1500 കുറേ രീതിയിൽ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ, മൺസൂൺ ടൈം, മഴ, നല്ല കോടകളുണ്ടാവും. ഫുൾ കോടമഞ്ഞിൽ നിറഞ്ഞിരിക്കണം ഫുള്ള് മൊത്തത്തിൽ. അത്യാവശ്യം തിരക്കും ഇപ്പോൾ കാണാം. ഇതോ കിടക്കണം നമ്മുടെ താർ കോട വന്നിട്ട്. അവിടെയൊക്കെ ഫുൾ കോട ഇങ്ങനെ പൊക്കി അവിടെ എന്താണ് കണ്ടോ. ഇതാണ് വഴി കേട്ടോ. കോട വന്നിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ റൈറ്റ് ഇല്ല. വണ്ടി അവിടെ കൊണ്ടിടാൻ മാത്രമേ ഉള്ളൂ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. എത്ര ഒഴുക്കില് നല്ല ഒഴുക്ക. എവിടെ നിന്ന് ക്രോസ് ചെയ്യാം? നടക്കണല്ലേ ആൾക്കാർ അവിടെ ഉണ്ട്. ഇതാണ് ഒരു വെള്ളച്ചാട്ടം. അതുവഴി നമുക്ക് ശരിക്കും ക്രോസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. നേരത്തെ പോണ്ടെന്നല്ലേ പറഞ്ഞു? അല്ല, മഴ ഉണ്ടെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞു. തിരിച്ചു വെള്ളം കൂടുതലാണ്, വേണ്ട. ആ, നമ്മളിപ്പോൾ ഇവിടെ ഊണ് കഴിക്കാൻ വന്നേക്കുന്നതാണ്. ഇവിടെ വീട്ടിലെ ഊണ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പ്രാവശ്യം ഹോട്ടലിൽ കുറവാണ്, കൂടുതലും നിങ്ങൾക്ക് വീട്ടിലെ ഊണ് ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. 3 പേര്. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലെ ഊണ് ചേട്ടാ. ഇവിടെ തന്നെ ഇരുന്നാണ് കഴിക്കണം. കൊള്ളാം. കാട്ടും അങ്ങനെ ബാക്കിൽ നിന്ന് ഇറങ്ങി. ഇനി മുമ്പ് ഇരുന്നോ? കാര്യം ഞാനായിരിക്കും ഓടിക്കണം. രാജനെ പിടിച്ച് ബാക്കിടാം. എവിടെ വേണമെങ്കിൽ ഇരിക്കട്ടോ. ആ, അല്ല ഇവിടെ ഇരുന്നോളാം. ഇതാണ് കേട്ടോ വീട്ടിലെ ഊണ്. വീടിൻ്റെ അകത്ത് ഞങ്ങൾ ഇരുത്തി ഊണ് കഴിക്കുക. ഇതുവരെ ഇങ്ങനെ വീട്ടിൽ ഊണ് കഴിച്ചിട്ടില്ല. അല്ലേ രാജൻ? അതെ.
ഇത് ഇങ്ങനെ വീട്ടിൽ കൊണ്ട് കഴിച്ചിട്ടുണ്ടോ? വീടിൻ്റെ അകത്ത് കയറ്റി സ്വന്തം വീട്ടിൽ പോലും പുറത്താക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ചോറും കറിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. മീൻകറി ചിക്കൻ കറിയും പിന്നെ ഓംലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നോർമൽ ചോറ്, മോരുകറി, ചിക്കൻ കറി, തോരൻ, അച്ചാർ, പപ്പടം. എങ്ങനെയുണ്ട് കാട്ടെ? ഹൗസ് ദ ഫുഡ്? നല്ല ഫുഡ് രാജൻ, നല്ല ഫുഡ്. കൊള്ളാം. നമ്മൾ പക്ക വീട്ടിൽ പോയി ഇരുന്ന് കഴിക്കണം. എങ്ങനെയാണോ അതേപോലെ ടേബിളിലൊക്കെ വെച്ച് ആവശ്യമുള്ള എടുത്ത് തിന്നാം, പോവാം, കഴിക്കുക. സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ കറിയോ ഓംലെറ്റ് എന്നും പറഞ്ഞാൽ അവിടെ ചേച്ചി ഉണ്ടാക്കി തരും. അപ്പോൾ മാമയ്ക്കണം വന്നവർ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരാം. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം എന്താണ് ഹോട്ടലിൻ്റെ എന്ന്. ഇതാണ് കേട്ടോ സ്ഥലം. എന്തേ വീട്ടിലെ ഊണ് നമ്മൾ നമ്മുടെ മാമലക്കണ്ടത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള റൂട്ടിൽ കാണുന്ന ഒരു സ്ഥലമാണ്. ചെറിയ വീട്. വീട്ടിൽ പുറത്തിരുന്നും അകത്തിരുന്നും നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. ഇനി നമ്മളിവിടുന്ന് സ്കൂളിൻ്റെ അങ്ങോട്ട് പോകണം. മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടെ നിന്ന് നമുക്ക് തിരിച്ചെറങ്ങാൻ പോകാം. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഒരു ദിവസത്തെ പക്ക ഒരു അടിപൊളി ട്രിപ്പ് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്ത് അത്ര ഹാർഡ് കോർ ഓഫ് റോഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മുനിപ്പാറ മാത്രം കയറാം. ഹാർഡ് കോർ ഓഫ് റോഡ് വേണമെങ്കിൽ അപ്പുറത്തെ നമ്മുടെ കൊയിനിപ്പാറയും കൂടെ കയറാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി പയ്യെ നെക്സ്റ്റ് സ്കൂളും കൂടെ കണ്ടിട്ട് പോവാം. ഇന്ന് ഭയങ്കര തിരക്കായിട്ട് സ്കൂളിൽ ചുമ്മാ കണ്ടിട്ട് പോവാം, നിർത്താൻ നിൽക്കണ്ട. എനിക്ക് തോന്നണം അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ നമ്മുടെ സ്കൂളിൻ്റെ സൈനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കൊച്ചിങ്ങൾ ഓർമ്മ എവിടെ സ്കൂള് എന്താണ് ഫേമസ് എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ബാക്കിൽ മല ഇങ്ങനെ കാണാൻ പറ്റും. വാട്ടർഫോൾസ് കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ സെറ്റ് ആയിരിക്കണ്ടാവും. ഇതാണ് ആ സ്ഥലം. ആഹാ, തിരക്കില്ല. സ്കൂളിൽ പോലും ഇത്രയും പിള്ളേർ വരാറില്ല. കണ്ടോ, ഇതാണ് സ്കൂള്, ഇതാണ് ആ ലൊക്കേഷൻ. പോരെ, നമുക്ക് ഫോട്ടോ എടുക്കണോ? കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമേ ഈ തിരക്ക് കണ്ടത്. നല്ലൊരു വെള്ളച്ചാട്ടം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് തിരക്ക് വേണ്ടല്ലോ. കണ്ടോ, അത്രേ ഉള്ളൂ. ഇതാണ് ആ ഭംഗി. ആ സ്കൂളിന്റെ ബാക്കിലുള്ള പോണ വഴി കുട്ടമ്പുഴ ആ റോട്ടിലൊക്കെ ആണെങ്കിൽ അവിടെയും കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും ചെറിയ സ്ഥലങ്ങളും ഒരു ജങ്കാറ് പോലത്തെ കയറി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോണ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ നമുക്ക് പോവാം. എന്തായാലും അവിടെ മാത്രമായിട്ട് അടുത്ത ട്രിപ്പ് അങ്ങോട്ടേക്ക് ആയിരിക്കും. അതും ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. എവിടെ പോയിട്ട് എപ്പ ഇറങ്ങി? ഞാൻ രാവിലെ വെറുതെ ഇറങ്ങിയ. എവിടെ പോയി? മെല്ലെ ഇവിടെ വന്ന് ഇതിന്റെ ബാക്കിൽ സ്ഥലമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് അടിയിൽ പോവാ. എങ്ങനെ? ഈ റൈറ്റ് ഇല്ലേ, റൈറ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞിട്ട് അവിടെ ലെഫ്റ്റ് കയറി റിസോർട്ടും ഉണ്ട് അവിടെ. ഞങ്ങൾ മുനിപ്പാറ പോയി, പിന്നെ കൊയിനിപ്പാറ പോയി. ഇത് ഇവിടുന്ന് ഈ ഫസ്റ്റ് റൈറ്റ് തന്നെ. ചുമ്മാ പോയി നോക്കാം. അവിടെ തിരക്കാട്ടോ, ക്യൂ ഒക്കെ നിൽക്കണം. ചില്ലെന്താത്തിയ ചില്ലാത്തിയ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ സ്കൂൾ. തിരക്കില്ലാത്ത ഞായറാഴ്ച ഭയങ്കര തിരക്ക് കിട്ടും. ഈ മാമലക്കണ്ടം വരാൻ പോണ ആൾക്കാർക്ക് ഒരു ജസ്റ്റ് ഒരു ന്യൂസാണ്. അതായത് ഇവിടുത്തെ ഈ റോഡുകൾ കണ്ടോ, ഇത് ഇങ്ങനെ കട്ടിങ് ആണ് മൊത്തം. അപ്പോൾ ചെറിയ വണ്ടികൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി കയറ്റം കയറി വരുവാണെങ്കിൽ ഇറങ്ങുന്ന വണ്ടി മാക്സിമം അവർക്ക് ഒതുക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അത് കാരണം അവിടെ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട്. അവിടെ ഒരു വണ്ടി ഇതേപോലെ ഇറങ്ങിപ്പോയിട്ട് കേട്ടോ, അവിടെ ഇതേപോലെ ബ്ലോക്കായി കയറി തന്നെ വണ്ടിക്ക് പണിയായി. അത് കയറുന്നുണ്ടായില്ല, അപ്പോൾ അതങ്ങനെ ബ്ലോക്കായി പോയി. അപ്പോൾ ഇത് താറായതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ വണ്ടികൾ ഇങ്ങനെ ഇറക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര കുത്തനെ ഇറക്കവും സ്ലിപ്പറിയും ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഈ ഭാഗത്ത് വരുമ്പോൾ കൂടുതലും ബ്ലോക്കുകൾ കിട്ടാൻ പോണത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ പോകുമ്പോൾ കണ്ടോ എല്ലാവരും റിവേഴ്സൊക്കെ പോകണം. അതായത് അത്ര കട്ടിങ് ആണ് ഇതിൻ്റെ 2 സൈഡുകളും. കണ്ടോ, 2 സൈഡും നല്ല കട്ടിങ് ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടിയും പോവില്ല. സ്കിഡായൊക്കെയുള്ള വണ്ടി വലിയ കുഴിയാണുള്ളത്. ഏകദേശം 6:30 ആയിട്ടുണ്ട്. 6:30 ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് എറണാകുളത്ത്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് നല്ല സൂപ്പറായിട്ട് സെറ്റാക്കി. ഫുൾ ചെളിയൊക്കെ ഈ ടയറൊക്കെ ഇപ്പോൾ നല്ല വൃത്തിയായിട്ടാ. എക്സ്ക്യൂസ് മീ. അപ്പോൾ സർ ഗായ്സ് സിയ, നിനക്കുള്ളത് പിന്നെ നിനക്കുള്ളത് നാളെ എല്ലാവർക്കും ഓരോന്ന് വെച്ച് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു മാമലക്കണ്ടം വ്ളോഗ് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. 2 വീഡിയോയ്ക്ക് അല്ലെങ്കിൽ സിംഗിൾ വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾ കണ്ടത്. അപ്പോൾ കൊള്ളാം, ഒരു ഡേ പോയി വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് പോയി ഒന്ന് അവിടെ ഓഫ് റോഡ് പോകണമെങ്കിൽ ഓഫ് റോഡ് പോകാം.
ചെറിയ ഓഫ് റോഡ് ഉണ്ട്, നല്ല ഹാർഡ് കോർ ഓഫ് റോഡ് രണ്ടും ഉണ്ട്. പിന്നെ അവിടുത്തെ ജീപ്പ് സഫാരി എടുത്ത് മൊത്തം കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജീപ്പ് സഫാരി. അടിപൊളി ഓഫ് റോഡാണ്, നല്ല ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ മൺസൂൺ സീസൺ മിസ് ചെയ്യേണ്ട. പിന്നെ നമുക്ക് നമ്മുടെ സ്കൂള് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, മാമലക്കണ്ടം സ്കൂളും കാര്യങ്ങളും. അപ്പോൾ ഒരു ദിവസം രാവിലെ നിങ്ങൾ 7 മണി 6 മണിക്കൊക്കെ അവിടെ എത്തുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ വൈകിട്ട് 6 മണിക്ക് മുമ്പ് തിരിച്ച് നിങ്ങൾക്ക് വീടെത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് നമ്മുടെ മാമലക്കണ്ടം. ഫ്രം എറണാകുളം 80 കിലോമീറ്ററാണ് എൻ്റെ ഡിസ്റ്റൻസ് തന്നെ. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ ബെല്ലൈക്കിനോ ലൈക്ക്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ. ഗൈസ്, അപ്പതേ ഒരു ഫോർച്യൂണറൊക്കെ വന്നിട്ടുണ്ട്. കേറും ബ്രോ, തെന്നി കിടക്കണേണ്. പിന്നെ അവര് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ചെറിയ ചെറിയ കല്ലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് പിടിച്ച് പോവാ, അല്ലെങ്കിൽ അടി നല്ല ഇട്ടിട്ടുണ്ടാവും. നോക്കി നോക്കാം. ഞങ്ങളടുത്ത മുനിപ്പാറ എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് തന്നെ ആണോ? അത് ഭയങ്കര സിമ്പിളാ, ഇത് കുറച്ച് ഹാർഡാ. പോയിട്ട് എന്തായാലും പശു തല ആരാണ് പശു?